അള്ളാന്റെ വീടാണ് കഅബ. ബൈത്തുല്ലാഹ് അൻ തുഹിറ ബൈതിയ ലിത്വായിഫീന വറാകിഇ വറുക്ഇ സുജൂദ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭവനം എന്ന് കഅബയെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം ബൈതിയ, അള്ളാന്റെ വീട്. അതിന്റെ ശ്രേഷ്ഠത കൊണ്ട് തന്നെ അത്രയും ശ്രേഷ്ഠമായ മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. റമദാൻ കഴിഞ്ഞാൽ സവിശേഷതയുള്ള മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാസം നമ്മുടെ വർഷത്തിൽ ആദ്യത്തെ മാസം മുഹറമാണ്. വർഷം അവസാനിക്കുന്നതും ഒരു സവിശേഷമായ മാസമാണ് അല്ലെ. നമ്മുടെ അറബ് വർഷം അവസാനിക്കുന്ന മാസം ഏതാണ്? നമ്മളിപ്പോ നിൽക്കുന്ന ദുൽഹിജ്ജ, അത് മുഹറമായ മാസമാണ്. യുദ്ധം ഹറാമായ മാസം, സവിശേഷമായ മാസം, വളരെ പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നുകൊണ്ടാണ് ഈ വർഷം ആരംഭിക്കുന്നത്. അങ്ങനത്തെ ഒരു വർഷം കൊണ്ടാണ് ഈ വർഷം അവസാനിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വരികയാണ്, ഹിജ്റ ചെയ്ത് കടന്നു വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തേക്ക് വന്നപ്പോ മദീനക്കാരെ നോമ്പ് നിൽക്കുന്നുണ്ട്. ഇതിന് അത്ഭുതം എന്താ വെച്ചാല് ആശൂറയുടെ നോമ്പ് ജാഹിലിയ്യ കാലം മുതൽ അറബികൾ നോൽക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹദീസിൽ അത് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മഹദി പറയുന്നു, ജാഹിലിയ്യ കാലത്ത് നബി തങ്ങളുടെ വരവിന് മുമ്പ് തന്നെ ജാഹിലിയ്യക്കാർ ആശൂറയുടെ നോമ്പ് നോൽക്കുമായിരുന്നു. അത് എന്തിനാ നോറ്റിരുന്നത് അറിയില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാമോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമോ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടായിരിക്കണം. മൂസാ നബിന്റെ ചരിത്രം അവർക്കറിയില്ല, മക്കക്കാർക്ക് അറിയുമായിരുന്നില്ല. അവര് ഇസ്മായിൽ നബിയിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത്, അവരുടെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന്. അന്നു മുതലേ ആശൂറയുടെ നോമ്പ് അവർ നോക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കയിലെ 13 കൊല്ലം തങ്ങൾ ആശൂറ നോറ്റിട്ടുണ്ട്. മദീനയിൽ വന്ന് രണ്ടാമത്തെ വർഷം വരെ നബി തങ്ങൾ നിർബന്ധിപ്പിച്ചു നോക്കുമായിരുന്നു ആശൂറയുടെ നോമ്പ്. ആശൂറയുടെ നോമ്പ് നോക്കാൻ വേണ്ടി പറയും. മദീനയിലേക്ക് നബി തങ്ങൾ കടന്നു വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു ഹദീസ് തന്നെ ഉണ്ട്, തങ്ങൾ മദീനയിൽ മുഴുവനും ആളുകളോട് വിളിച്ചറിയിക്കാൻ വേണ്ടി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്കാരായ മുഴുവൻ ആളുകളോടും പറഞ്ഞു, ഇന്ന് നേരം വെളുക്കുമ്പോൾ നോമ്പ് നോച്ച ആളുകൾ ആ നോമ്പ് പിടിച്ചു നിൽക്കട്ടെ. നോമ്പ് നിൽക്കാത്ത ആളുകൾ, ഭക്ഷണം കഴിച്ചവരുണ്ടോ, മഗ്രിബ് വരെ ഒന്നും ഇനി കഴിക്കരുത്, ഇത് ആശൂറയുടെ ദിവസമാണ് എന്ന് നബി തങ്ങൾ മദീനത്തേക്ക് കയറിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആശൂറയുടെ നോമ്പ് ഇസ്ലാമിൽ വാജിബായിരുന്നു. പക്ഷെ റമദാൻ വന്നപ്പോ അത് സുന്നത്തായി മാറുകയാണ് ഉണ്ടായത്. റമദാൻ നിർബന്ധമാക്കപ്പെടുന്നത് ഹിജ്റയുടെ 2ാം കൊല്ലമാണ്. 1ാമത്തെ കൊല്ലം നിസ്കാരം, 2ാമത്തെ കൊല്ലം നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നു. റമദാൻ നിർബന്ധമായപ്പോ ആശൂറയുടെ നോമ്പ് നിർബന്ധമല്ലാതെയായി മാറുകയാണ് ഉണ്ടായത് എന്ന് അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ മദീനയുടെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഫി സ്വഹീഹൈൻ അൻ റബീഅ ബിൻത് മുഅവ്വദ് ബിൻ അഫ്റാഇന്റെ മകൾ റുബയ്യ എന്നവർ മഹദിയാണ്. ഖാലത് അർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാത ആശൂറയുടെ രാവിലെ നബി തങ്ങൾ അയക്കുകയുണ്ടായി ഇലാ ഖുറൽ അൻസാരില്ലതി ഹൗലൽ മദീന, മദീനയുടെ ചുറ്റും താമസിക്കുന്ന അൻസാരികളുടെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലേക്ക് ആളുകളെ അയച്ചു നബി തങ്ങൾ പറയിപ്പിച്ചു, മൻ കാന അസ്ബഹ സായിമൻ ഫൽയുതിമ്മ സൗമഹ, ഇന്ന് നോമ്പ് നോറ്റവർ ആ നോമ്പ് പൂർത്തിയാക്കണം. വമൻ കാന അസ്ബഹ മുഫ്തിറൻ ഫൽയുതിമ്മ ബഖിയത യൗമിഹി, രാവിലെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ആളുകളാണെങ്കിൽ ഇനി മഗ്രിബ് വരെ ഒന്നും തിന്നേക്കരുത്, ആ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട്. റമദാനിൽ എങ്ങനെയാണ്, ഒരാൾക്ക് നോമ്പ് മുറിക്കേണ്ടി വന്നു, എല്ലാവരും മുമ്പ് ചായ കുടിക്കുക, പിന്നെ നോമ്പ് നോറ്റ പോലെ ജീവിക്കണം എന്നാ, നോമ്പ് നോറ്റ ആളെ പോലെ തന്നെ ആയിരിക്കണം. ഇപ്പൊ നമുക്ക് നാട്ടിലേക്കൊക്കെ പെരുന്നാൾ ഇവിടെ കഴിച്ചിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിലിപ്പോ നോമ്പായിരിക്കും. ഞാൻ ഇവിടെ ദുബൈന്ന് അല്ലെങ്കിൽ യുഎഇന്ന് അബുദാബിന്ന് പെരുന്നാൾ കഴിച്ചു വരാൻ ചോറും കൊണ്ട് എടുത്തോളേന്ന് അവിടുത്തെ നാട്ടുകാരോട് പറയാൻ പാടില്ല. മിണ്ടാണ്ട് അവരെ പോലെ നോമ്പുകാരനായിട്ട് നിലനിൽക്കണം എന്നാ. നോമ്പ് അയാൾക്കില്ല എന്നറിയാം, പക്ഷേ മുഫ്തിറായിട്ട് നിൽക്കാൻ പാടില്ല. നോമ്പ് മുറിച്ചാളെ പോലെ അവിടെ നിൽക്കരുത്, സ്വായിമിനെ പോലെ നിൽക്കണം എന്നാ. ആൾക്ക് നോമ്പില്ലെങ്കിലും നോമ്പ് റമദാന്റെ പവിത്രത. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ അവർക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത സമയമാണ്, അവർ കൂളായിട്ട് ചോദിക്കാൻ പറ്റൂല, നോമ്പുകാരെ പോലെ തന്നെ നിൽക്കണം എന്നാണ്. നോമ്പ് അവർക്കില്ല. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം ഭക്ഷണമൊക്കെ കഴിക്കുന്ന വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷെ എന്ത് ചെയ്യരുത്, ആ ഹുർമത്ത് കളഞ്ഞു കുളിക്കരുത്. ഇപ്പൊ കുട്ടികളെ കാണാൻ എന്താ നിങ്ങൾക്ക് നോമ്പില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരരുത്, അതൊക്കെ ഒളിപ്പിച്ചിട്ടൊക്കെ പറ്റുള്ളൂ. അനുവദിക്കപ്പെട്ടതാണെങ്കിൽ തന്നെയും പ്രത്യക്ഷത്തിൽ നോമ്പുകാരായിട്ട് നിൽക്കണം. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ കാന അസ്ബഹ മുഫ്തിറൻ ഫൽയുതിമ്മ ബഖിയത യൗമിഹി, അത്രയും നബി തങ്ങൾ
സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആശുറയുടെ മുഹറം 10ന്റെ നോമ്പ്. അതുകൊണ്ട് ഞങ്ങൾ അത് നോക്കുമായിരുന്നു. ഞങ്ങളുടെ കൊച്ചുമക്കളെയും നോമ്പ് എടുപ്പിക്കുമായിരുന്നു എന്ന് സ്വഹാബികൾ പറയാം. അവർക്ക് ചെറിയ കളിക്കോപ്പൊക്കെ കൊടുക്കും. അങ്ങനെ ഈ കൊച്ചു കുട്ടികൾ കരയാൻ തുടങ്ങിയാൽ നോമ്പ് തുറക്കണവരെ അവർക്ക് ഉന്നം കോട്ടൺ കൊണ്ടുണ്ടാക്കിയ ചില ടോയ്സ് ഒക്കെ കൊടുത്തിട്ട് കുട്ടികളെ കളിപ്പിച്ചിരുത്തും. നോമ്പ് തുറക്കണവരെ അവർക്ക് ഭക്ഷണം കൊടുക്കൂല. അങ്ങനെ ഞങ്ങൾ എടുത്തിരുന്ന നോമ്പാണ് മുഹറം 10ന്റെ നോമ്പ് എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ട്. മദീനത്തേക്ക് വന്നപ്പോ അവിടുത്തെ ജൂതന്മാർ നോമ്പെടുക്കുന്നു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത്? മദീനക്കാരോട് ചോദിച്ചു, എന്താ എന്താ നിങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് ജൂതന്മാരോട് ചോദിച്ചു. അപ്പൊ മദീനയിൽ ജൂതന്മാരുണ്ട്, മദീനയിൽ ക്രിസ്ത്യാനികളുണ്ട്. മക്കത്തില്ല, മക്കത്തെ വളരെ എണ്ണാവുന്നവരുണ്ട്. മദീനത്താണ് അവരൊക്കെ വന്ന് തമ്പടിച്ച്. അത് വലിയൊരു അത്ഭുതമാണ്. കാരണം ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ മതത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഫലസ്തീനിലാണ്. ജൂതന്മാരുടെ നേതാവെന്ന് അവർ പറയുന്ന നമ്മുടെ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടക്കുന്നത് എവിടെയാണ്? ഫലസ്തീനിലാണ്. മസ്ജിദുൽ അഖ്സ നിങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. മൂസ നബി അലൈഹി സ്വലാമിന്റെ ഖബർ വലതു ഭാഗത്ത്, ചാവുകടലിലേക്ക് പോകുന്ന റൂട്ടിലാണ്, വലതു ഭാഗത്ത് അൽ കസീബിൽ അഹ്മർ. ആ പള്ളിയൊക്കെ ഉഷാറാക്കിയിട്ടുണ്ടോ ഹാരിസ്? നല്ല അവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം പോയ സമയത്ത് വളരെ മോശപ്പെട്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ പോയിരുന്നു. അൽഹംദുലില്ലാഹ് അവിടെ റാഹത്ത് നിസ്കരിക്കാനൊക്കെ സിയാറത്ത് ചെയ്യാനൊക്കെ നല്ല സൗകര്യം റാഹത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മഖാം അവിടെ ഉണ്ട്. അവിടെ ജൂതന്മാരും വരും, ക്രിസ്ത്യാനികളും വരും, നമ്മളും ചെല്ലുമുണ്ട്. മൂസാ നബി അലൈഹി എല്ലാവർക്കും വേണ്ടി. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ അങ്ങനെയാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറുള്ളത് മസ്ജിദുൽ അഖ്സ പള്ളിയുടെ തൊട്ടടുത്താണ്. അവിടെ ബസ് നിർത്തിയിട്ട് ഞാൻ ഉള്ളിലൂടെ നടന്നു പോകണം. മാഇദ ഇറങ്ങിയ സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾ കണ്ടു അല്ലെ. അൻസിൽ അലൈനാ മാഇദത്തൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണത്തളിക ഇറക്കിത്തരണേ എന്ന് ക്രിസ്ത്യാനികൾ അന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. സൂറത്തുൽ മാഇദല്ലേ ഖുർആനിൽ? അൽ മാഇദ എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണത്തളിക എന്നാണ്. സുപ്ര എന്ന് അതിനർത്ഥം. ഭക്ഷണം നിറച്ചു വെച്ച സുപ്ര ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഇറക്കി തരണമെന്ന്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോലെ ബിസിനസ് ക്ലാസ്സിലൊക്കെയാണെങ്കിൽ ചെറിയ വിരിപ്പൊക്കെ വിരിച്ചെന്നിട്ട് ഭക്ഷണമൊക്കെ വെച്ചല്ലേ, സുപ്ര വിരിച്ചിട്ടൊക്കെ. സുപ്ര വിരിക്കാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ആകാശത്ത് വെച്ച്. സുബ്ഹാനല്ലാഹ്. അവര് പറഞ്ഞു ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഭക്ഷണം വേണം, മാൻമെയ്ഡ് അല്ല, അള്ളാഹുവിന്റെ അത്ഭുതകരമായ സംഭവമായിട്ട് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. അള്ളാഹു ഇറക്കി കൊടുത്തൊരു സ്ഥലമുണ്ട്. അത് ഫസ്റ്റ് ഫ്ലോറിലാണ്. മേലോട്ട് കയറി ചെന്നാൽ അവിടെയാണ് തിണ്ണയാണ്. അവിടെ ജൂതന്മാരുടെയും നമ്മുടെ ഒരു മെഹ്റാബ് ഉണ്ട്, ക്രിസ്ത്യാനികളുടെ സ്വലീബുണ്ട്, കുരിശുണ്ട്. അവിടെ 3 മതവിഭാഗങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ട സ്ഥലമാണ് അതിനർത്ഥം. അവിടെ ആരും പ്രത്യേകം അവിടെ നിസ്കാരം നടക്കൂല. എല്ലാവർക്കും ഒരുപോലെ മിണ്ടാതെ ആരാധിച്ചു പോകാം. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി പോയാൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാം ഉണ്ട് അവിടെ. ഖബർ ദാവൂദ് അലൈഹി ഇസ്ലാം, ദാവൂദ് നബിയുടെ ഖബറുള്ളത് അവിടെയാണ്. ചെന്ന് നോക്കുമ്പോൾ അവിടെ ജൂതന്മാർ മുഴുവൻ കിതാബ് എടുത്തിട്ട് ഇങ്ങനെ അവരിങ്ങനെ ആടിയിട്ടാണ് ഓതുക. ജൂതന്മാർ നമ്മളൊക്കെ ദർസിലെ കുട്ടികളൊക്കെ കിതാബ് ഓതുന്ന പോലെ അങ്ങനെ പ്രത്യേകമായ ഒരു ആട്ടത്തിൽ ഇങ്ങനെ ഓതുക. അവരുടെ തൗറാത്ത് വായിക്കൽ അങ്ങനെയാണ്. വലിയ സൂട്ടും കോട്ടൊക്കെ ഇട്ട് വന്നത് ചെറിയ കുട്ടികളൊക്കെ തൊപ്പി വെച്ചിട്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ആടിയിട്ട് ഇങ്ങനെ ഉറക്കെ എന്തൊക്കെയോ ചൊല്ലി പറയുന്നത് അവർ ഹിബ്രു ഭാഷയിൽ. ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, നിങ്ങൾ ഉറക്ക ഫാത്തിയോതി കൊണ്ട് വരുന്നോടിയെന്ന് പറഞ്ഞു. ഇത് നമ്മളെ നബിയിൽ. പക്ഷെ അവർക്ക് പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. ഞങ്ങൾ ഉറക്കതുമായിരുന്നു അവിടെ. ഉറക്ക ഖുർആനൊക്കെ കൂടിയിട്ട് തന്നെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളെ കൂടെയുള്ള ഒരു 19 ആളുണ്ടായിരുന്നു. എല്ലാവരും കേൾക്കാത്തക്ക രീതിയിൽ തന്നെ ഞങ്ങൾ ഉറക്ക ആമ്യം പറഞ്ഞു. പോലെ അവരുടേതായ ആമ്യം അവിടെ എടുക്കുന്നു. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ അവരും സിയാറത്ത് ചെയ്യുന്നുണ്ട് ഓൺ എ ഡെയിലി ബേസിസ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മഖാമൊക്കെ വലിയ അത്ഭുതം. അത് ജൂതന്മാരുടെ കൺട്രോളുള്ള സ്ഥലമാണ്. അവർക്കാണ് അതിന്റെ അധികാരം. നമുക്കും സിയാറത്ത് ചെയ്യാം. സുബ്ഹാനല്ലാഹ്.